ഡൽഹി ഇസ്രയേൽ എംബസിക്ക് സമീപത്തെ പൊട്ടിത്തെറിയിൽ 2 പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇവർക്കായി അന്വേഷണം തുടങ്ങി. ഭീകരാക്രമണ സാധ്യത തള്ളാതെ ഇസ്രായേൽ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു. തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറിയെന്നാണ് ഡൽഹി പോലീസിൻ്റെ നിഗമനം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ. ഡൽഹിയിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഡൽഹിയിൽ അതികഠിനമായ മൂടൽമഞ്ഞ് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ അതിശക്തമായ മൂടൽമഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ കാഴ്ച പരിധിയും കുറഞ്ഞു വരികയാണ്. ഏതാണ്ട് 50 മീറ്ററിൽ താഴെ മാത്രമേ കാഴ്ച പരിധി നിലവിലുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ പൃഥ്വിരാജ് റോഡിലാണ്. അതായത് ഇസ്രായേൽ എംബസിക്ക് പിൻവശത്ത് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 5:00 സ്ഫോടനം ഉണ്ടായത്. ഈ പൃഥ്വിരാജ് റോഡിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇസ്രായേൽ എംബസി APJ അബ്ദുൽ കലാം റോഡിലാണ്, അതായത് ഇതിന്റെ മുൻവശത്താണ്. പക്ഷേ ഇസ്രായേൽ എംബസിയിലേക്ക് പിൻവശത്തേക്ക് പോകാൻ മറ്റ് പ്രവേശന കവാടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇവിടെ വെച്ചായിരുന്നു സ്ഫോടനം നടന്നത്. സ്ഫോടനത്തെ സംബന്ധിച്ച് പോലീസ് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, ഈ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. 2 പ്രതികളെ അതിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ, ഈ പ്രതികൾ എവിടെ നിന്ന് വന്നു, അതോടൊപ്പം തന്നെ എങ്ങോട്ടേക്ക് തിരിച്ചു പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന്, തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് നടത്തിയിരിക്കുന്നത്. വസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനമാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതായത് മറ്റ് കൂടുതൽ വലിയ തരത്തിലുള്ളൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പോലീസിന്റെ വാക്കുകൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അല്പസമയം തന്നെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അടക്കം ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു. കൂടാതെ ഇന്നലെ അടക്കം കേന്ദ്ര ഏജൻസികളും പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനത്തോടൊപ്പം ഒരു കത്തും പോലീസ് ലഭിച്ചിട്ടുണ്ട്. അത് അസഭ്യ വർഷമല്ലാതെ നേർന്നൊരു കത്താണ്. പലസ്തീൻ വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ ഗൗരവത്തോടെ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ എംബസിക്ക് സമീപമാണെങ്കിൽ പോലും ആ ഒരു ഗൗരവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം കാരണം പലസ്തീൻ വിഷയമടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഒരു പതാകയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ ഈ സ്ഫോടനം ഒരു ഭീകരാക്രമണം ആണെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയിലുള്ള ഇസ്രായേൽ പൗരന്മാരോട് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. 2 പ്രതികൾ ആണ് ഇപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് വരികയാണ്. പ്രതികൾ എങ്ങോട്ടേക്ക് പോയി, ഇവരുടെ സഞ്ചാരം എങ്ങോട്ടേക്കായിരുന്നു, എന്താണ് ഇവരുടെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഉള്ളത്. ഞാൻ ഈ നിൽക്കുന്ന പൃഥ്വിരാജ് റോഡിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ എംബസിക്ക് മുൻവശത്തും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി മുന്നോട്ട് പോവുകയാണ് ഡൽഹി പോലീസ്. കൂടുതൽ സംഘമെല്ലാം തന്നെ വൈകാതെ ഇവിടെ എത്തി മറ്റു കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകും. ഇന്നലെ NIA അടക്കം ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു. ഫോറൻസിക് സംഘവും സാമ്പിളുകളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ 2 പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.